ശാന്തി. 29/6/70 അവ്യക്ത ബാബ്ദാദ. മുരളിയുടെ സാരം സമർപ്പൺ കാ വിശാല രൂപ്. സമർപ്പണത്തിൻ്റെ വിശാല രൂപത്തെക്കുറിച്ചാണ് ഇന്ന് ഈ മുരളിയിൽ ബാബ സ്പഷ്ടമാക്കുന്നത്. ആപ് സഭി അപ്പനെ ചാരോ മൂർത്തുക്കോ ജാനത്തെ ഹോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ 4 മൂർത്തിനെ അറിയുന്നുണ്ടോ? ആജ് ബാബ്ദാദ ഹറേക്ക് കെ അഭി സംഗം സമയക്ക് ഹി 4 മൂർത്ത് ഏക് മേ ദേഖ് രഹേ ഹെ. ഇന്ന് ബാബ്ദാദ ഓരോരുത്തരുടെയും ഈ സമയത്തെ, അതായത് സംഗം സമയത്തെ 4 മൂർത്തിനെ ഓരോരുത്തരിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ആ ഭാവത്തെ ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഹ് 4 മൂർത്ത് കോൻസി. ആ 4 മൂർത്ത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പനി മൂർത്ത് കോ ജാനത്തെ ഹോ. ഇത് സംഗമയുഗത്തിലെ നമ്മുടെ 4 മൂർത്ത്, നമ്മുടെ ആ ഒരു രൂപം ഏതൊക്കെയാണ്? അപ്പം ബാബ ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ രൂപത്തെ അറിഞ്ഞുകൂടെയെന്ന്. അപ്പോൾ അവിടെ ഇരുന്നവർ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഭാവനയിൽ ഉത്തരം പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ബാബ പറയുകയാണ്, യഹ് സബ് ജോ വർണ്ണൻ കിയ ഐസി മൂർ തബ് ബനി നഹി ഹോ വ ബൻ ഗയി ഹോ. നിങ്ങൾ ഏതിനെക്കുറിച്ചൊക്കെയാണോ ഇപ്പോൾ വർണ്ണിച്ചത്, അങ്ങനെ ഒരു മൂർത്ത് നിങ്ങൾ ഇപ്പോഴായോ അതോ ആയിക്കഴിഞ്ഞില്ലയോ? നിങ്ങളായിക്കഴിഞ്ഞോ അതിനി ആകണമോ എന്ന് ചോദിക്കുകയാണ് ബാബ. കബ് ബനേങ്കി, എപ്പോഴാകും? ലാസ്റ്റ് സോ ഫാസ്റ്റ് ജായെങ്കെ ഐസ സോച്ചാ. ലാസ്റ്റ് സോ ഫാസ്റ്റ് പോകും, അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? ലേക്കിൻ ലാസ്റ്റ് സമയ ഫാസ്റ്റ് ജാ സക്കെങ്കെ. അപ്പോൾ പലരും വിചാരിക്കുന്ന അവസാന സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് ഫാസ്റ്റായിട്ട് പോകാം പുരുഷാർത്ഥത്തിലെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബാബ ചോദിക്കുന്നത്, ലാസ്റ്റ് സമയം അങ്ങനെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പോകാൻ കഴിയുമോ? ജിത്തന ബഹുത്ത് സമയസെ അപ്പനേക്കോ സഫലതാമൂർത്ത് ബനായെങ്കിൽ ഉത്തന ഹി ബഹുത് സമയ വഹാ സമ്പൂർണ്ണ രാജ്യക്കെ അധികാരി ബനേങ്കി. എത്രമാത്രം വളരെ സമയം കൊണ്ട് സ്വയം താൻ സഫലതാമൂർത്താകുന്നു, അത്രയും വളരെ സമയം അവിടെ സമ്പൂർണ്ണ രാജ്യത്തിൻ്റെ അധികാരിയാകും. ഇത്രയ്ക്കിത്ര എന്നുള്ള കണക്കുള്ളത് കൊണ്ട് ബാബ പറയുകയാണ്, സംഗമ സമയത്ത് നിങ്ങൾ എത്ര സമയമാണോ സഫലതാമൂർത്ത് സ്ഥിതി ചെയ്യുന്നത്, അത്രയും അവിടെ വളരെ സമയം സമ്പൂർണ്ണ രാജ്യത്തിൻ്റെ അധികാരിയാകാൻ കഴിയും. സംജോ, അഗർ കോയി ബഹുത്ത് സമയ സെ സഫലതാമൂർത്ത് നഹി ബനത്തെ ഹെ तो उसी अनुसार राज्य का अधिकार भी थोड़ा समय ही मिलता है. ഇപ്പം ബാബ പറയുന്ന ഉദാഹരണത്തിന്, ഇപ്പോൾ ആരെങ്കിലും വളരെ സമയം കൊണ്ട് സഫലതാമൂർത്താകുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ അവർക്ക് രാജ്യത്തിൻ്റെ അധികാരം കുറച്ച് സമയത്തേക്കേ കിട്ടുകയുള്ളൂ. അപ്പോൾ ബാബ കർമ്മത്തിൻ്റെ ആ കണക്കല്ലെങ്കിൽ ആ ഗുഹ്യ രഹസ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് എത്ര സമയം കൂടുതൽ നമ്മുടെ സ്ഥിതിയിൽ നമ്മൾ വിജയിയായിരിക്കുന്നു, അത്രയുമേ നമുക്കവിടെയും ആ അധികാരത്തിൻ്റെ സമയവും കിട്ടുകയുള്ളൂ. ഇവിടെ കുറച്ച് സമയം മാത്രമേ നമ്മളങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേലും സൂക്ഷ്മേന്ദ്രിയങ്ങളുടെ മേലും എല്ലാം ജയിക്കുന്നുള്ളൂ എങ്കിൽ അതിനനുസരിച്ച് വളരെ കുറച്ച് സമയത്ത് മാത്രമേ നമുക്കവിടെ അധികാരി സ്ഥിതിയിലിരിക്കാനും കഴിയുകയുള്ളൂ. ആ ഒരു രഹസ്യമാണ് ബാബ നമുക്ക് പറഞ്ഞു തരുന്നത്. സമ്പൂർണ്ണ സമയം നഹി മിൽത്ത. സമ്പൂർണ്ണ സമയം അവിടെ കിട്ടുകയില്ല. जो बहुत समय से संपूर्ण बनने के पुरुषार्थ में मग्न रहते हैं, वही संपूर्ण समय राज्य के अधिकारी बनते हैं. അപ്പോൾ ആരാണോ വളരെ സമയം കൊണ്ട് സമ്പൂർണ്ണമാകുന്നതിനുള്ള പുരുഷാർത്ഥത്തിൽ മഗ്നരായിട്ടിരിക്കുന്നത്, അവർക്ക് മാത്രമേ സമ്പൂർണ്ണ സമയം രാജ്യത്തിൻ്റെ അധികാരിയാകാനും കഴിയുകയുള്ളൂ. അധികാരത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിതി തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ രാജ്യാധികാരിയാകണം. ബാബ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വക്ക മാലിക്കേ. അപ്പോൾ വിശ്വത്തിൻ്റെ അധികാരി എന്ന് പറയുമ്പോൾ ബാബ പറയുകയാണ്, സംഗമത്തിലാണ് അതിൻ്റെ പുരുഷാർത്ഥം നടക്കുന്നത്. അപ്പോൾ സംഗമത്തിലെ പുരുഷാർത്ഥത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന പ്രാപ്തി
അത് വളരെ സമയം നമുക്ക് ആ ഒരു സംസ്കാരം ഇപ്പോഴുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ അധികാരി പദവിയിലും വളരെ സമയം സ്ഥിതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ചാർ മൂർത്ത് കോൻസി ദേഖ് രഹേ ഹെ. അപ്പോൾ ബാബ ഇന്ന് തുടക്കത്തിലേ പറഞ്ഞു, കുട്ടികൾ ഞാനിന്ന് 4 മൂർത്ത്, അതായത് 4 രൂപം കുട്ടികളുടേത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് സംഗമത്തിലെ മാത്രമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ബാബ വീണ്ടും ചോദിക്കുകയാണ്, ഏതാണ് 4 മൂർത്തി ഞാൻ നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? യഹ്ബി സമ്പൂർണ്ണ ബന്നേക്കാ ലക്ഷ്യ, ഇതും സമ്പൂർണ്ണമാകുന്നതിൻ്റെ ലക്ഷ്യമാണ്. ഏക് തോ ദേഖ് രഹേ ഹെ ജ്ഞാനമൂർത്ത്, ദൂസര ഗുണമൂർത്ത്, തീസര ജ്ഞാനമൂർത്ത്, ചൗദ സമ്പൂർണ്ണ സഫലതാമൂർത്ത്. അപ്പം ബാബ പറയുകയാണ്, ആദ്യത്തേത് ജ്ഞാനമൂർത്ത്, രണ്ടാമത്തേത് ഗുണമൂർത്ത്, മൂന്നാമത്തേത് ദാനമൂർത്ത്, അത് നാലാമത്തേത് ചാർവ എന്ന് പറയുന്നത് ബാബ പറയാണ് സമ്പൂർണ്ണ സഫലതാമൂർത്ത്. നാലാമത്തേത് സമ്പൂർണ്ണ സഫലതാമൂർത്ത്. സുനായ ധന കി സർവീസ് കർണ അർത്ഥാത് മഹാദാനി ബനന. അപ്പം ബാബ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം മഹാദാനിയാകുക. അപ്പം നമുക്കൊന്നും കൂടി ഓർക്കാം, ബാബ ഏതൊക്കെ മൂർത്താണ്, ഏതൊക്കെ രൂപങ്ങളാണ്, ഏതൊക്കെ ഭാവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യത്തേത് ജ്ഞാനത്തിൻ്റെ മൂർത്തി നമ്മൾ എത്രമാത്രമായി, രണ്ടാമത്തേത് ഗുണങ്ങൾ നമ്മളിൽ എത്രമാത്രം വന്നു, മൂന്നാമത്തെ നമ്മൾ ദാനമൂർത്ത് എത്രമാത്രമായി, നാലാമത്തെ നമ്മൾ സമ്പൂർണ്ണ സഫലതാമൂർത്ത് എത്രമാത്രമായി. ഇതാണ് ബാബ കുട്ടികളിൽ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അഥവാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹറേക്ക് യഹ് 4 മൂർത്ത് ദേഖ് രഹേ. അപ്പോൾ സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മഹാദാനിയാകുക. അപ്പോൾ ഓരോരുത്തരും ഈ 4 കാര്യങ്ങൾ, ഈ 4 മൂർത്ത് ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ മുഖ് കാ ഭി ഗായൻ ഹേ ന, ഏക് മൂർത്ത് മേ 4 മൂർത്ത് കാ സാക്ഷാത്കാർ കരാനാ ഹെ. അപ്പം ബാബ പറയുകയാണ്, 4 മുഖ് കാ ഭി ഗായൻ, 4 മുഖത്തിൻ്റെയും മഹിമ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഒരേ മൂർത്തിൽ തന്നെ 4 മൂർത്ത് കാ സാക്ഷാത്കാർ, ഒരാളിൽ തന്നെ 4 ഭാവത്തിൻ്റെ അല്ലെങ്കിൽ 4 രൂപത്തിൻ്റെയും സാക്ഷാത്കാരം ചെയ്യിക്കണം എല്ലാവർക്കും. ഒരാൾ തന്നെ ഈ 4 ഭാവവും 4 മൂർത്തും പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കണം എന്ന് സാരം. അഗർ ഏക് മൂർത്ത് ഭി കം ഹേ തോ വഹാം ഭി ഇത്തിനി കമി പട് ജാത്തി. ഈ 4 കാര്യങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൻ്റെയെങ്കിലും കുറവുണ്ട് എങ്കിൽ അവിടെ ആ കുറവ് കാണപ്പെടും ഭാവിയിലും സത്യയുഗത്തിലും. जैसे यहाँ साथ में ले जाने वाला सामान बुक कराते हैं तो वहाँ मिल जाता है, ऐसे ही यह भी ബുക്കിംഗ് ഓഫീസ്. അപ്പം ബാബു പറയാണ്, ഇവിടെ നമ്മൾ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാറുണ്ടല്ലോ, സാധനങ്ങൾ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാബു പറഞ്ഞാൽ അത് അവിടെ കിട്ടും. നമ്മൾ എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ നമുക്ക് ആ സാധനം തിരിച്ച് കിട്ടും. അതേപോലെ ഇവിടെയും ബുക്കിംഗ് ഓഫീസാണെന്നാണ് പറയുന്നത്. ജിത്തന യഹാം ബുക്ക് കരേങ്കെ ഉത്തന വഹാം പ്രാപ്തി ഹോങ്കി. എത്ര ഇവിടെ ബുക്ക് ചെയ്യുന്നുണ്ടോ അത്രയും അവിടെ പ്രാപ്തി ഉണ്ടാകും. യഹി സോച്ചോ കി 4 ഹി മൂർത്ത് ബനെ ഹെ. അവർ ഇങ്ങനെ ചിന്തിക്കൂ, 4 ഹി മൂർത്ത് ബനെ ഹെ, ഈ 4 മൂർത്ത് ഞാനായോ എന്ന് ഓരോരുത്തരും അവരവരെക്കുറിച്ച് ചിന്തിക്കൂ, ചെക്ക് ചെയ്യൂ എന്ന് പറയാണ്. 4 മുഖി ബനെ, 4 മുഖിയായോ. 4 മുഖത്തെക്കുറിച്ചുള്ള മഹിമയുണ്ടല്ലോ. അപ്പോൾ ഈ 4 മൂർത്തും ഒരേ ആൾ തന്നെ കാണിക്കണം തൻ്റെ മുഖത്തിലൂടെ. അപ്പം ബാബ ചോദിക്കുകയാണ്, അങ്ങനെ 4 മുഖിയായോ. ജിത്തന യഹ അപ്പനി മൂർത്തുമേ സർവ ബാത്തേ ധാരൻ കരേങ്കെ ഉത്തന ഹി ഭവിഷ്യ രാജ്യത്വം മിലേഗാ ഹി, ലേക്കിൻ ദ്വാപർ में जो आपकी जड़ मूर्तियाँ बनेंगी वह भी संगम की मूर्ति പ്രമാൺ ഹി ബനേങ്കി. അപ്പം ബാബ ഓർമ്മിപ്പിക്കുക നമ്മളെ, അതായത് എത്രമാത്രം ഇവിടെ തൻ്റെ മൂർത്തിൽ, തൻ്റെ മുഖത്ത് സർവ കാര്യങ്ങളും ധാരണ ചെയ്യുന്നു, അത്രയും
ഭാവിയിലും രാജ്യത്തിലും നിങ്ങൾക്ക് കിട്ടും. രാജ്യത്തിൽ ഇത്രയും തന്നെ ആ പ്രാപ്തി നിങ്ങൾക്ക് അവിടെയും കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ദ്വാപരയുഗത്തിലും ബാബു പറയാണ്, ദ്വാപരയുഗത്തിലും നിങ്ങളുടെ ജഡമൂർത്തികളും ഇതിൻ്റെ ആധാരത്തിലേ തയ്യാറാകുകയുള്ളൂ. നമ്മുടെ ജഡമൂർത്തികൾ, നമ്മുടെ മുഖത്തിൻ്റെ ഭാവമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോരോ മൂർത്തികളിലും. ആ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ വരുന്നത് അപ്പോൾ ഈ സംഗമ സമയത്ത് ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് പോകുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ മുഖത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഭാവങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെ സത്യത്രേതായാലും പ്രാപ്തി ഉണ്ടാവും. ദ്വാപര കലിയുഗത്തിൽ നിങ്ങളുടെ ജഡമൂർത്തികൾ വരുമ്പോൾ അതിനനുസരിച്ച് തയ്യാറാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും തന്നെ മൂർത്ത് എല്ലാ കാര്യങ്ങളിലും ആകണം. ഏതെങ്കിലും ഒന്നിൽ കുറവുണ്ട് എങ്കിൽ ആ കുറവ് മുഴുവൻ കൽപ്പത്തിലും കാണപ്പെടും. വഹ്ബി ഈ സംഗം കി മൂർത്തി പ്രമാൺ ഹി ബനേഗി. അപ്പോൾ ദ്വാപരയുഗത്തിലെ നമ്മുടെ ജഡമൂർത്തികൾ ഉണ്ടാക്കുന്നതിൻ്റെ ആധാരവും സംഗമത്തിലെ മൂർത്തികൾക്കനുസരിച്ചാണ്. അപ്പോൾ സംഗമത്തിൽ നമ്മൾ എങ്ങനെ എത്രമാത്രം ചൈതന്യത്തിൽ അതിൻ്റെ മൂർത്തിമത് ഭാവമായി തീരുന്നു അതിനനുസരിച്ച് ഭാവിയിൽ നമ്മുടെ ജഡമൂർത്തികൾ തയ്യാറാകുകയുള്ളൂ. സമझ? മനസ്സിലായോ? अब संपूर्ण मूर्त बनने के लिए क्या सामने लक्ष्य रखेंगे? സമ്പൂർണ്ണ മൂർത്തി ഇപ്പോൾ ആയിത്തീരുന്നതിന് വേണ്ടി എന്ത് ലക്ഷ്യം മുന്നിൽ വയ്ക്കും? എന്ത് ലക്ഷ്യം മുന്നിൽ വെച്ചാൽ സമ്പൂർണ്ണ മൂർത്തായി തീരാൻ പറ്റും എന്ന് ബാബ ചോദിക്കുകയാണ്. जैसे भक्ति वालों को समझाते हो न कि चित्र को देखकर वह ऐसे किस पुरुषार्थ से बने सो समझो. ബാബ നിങ്ങൾ ഭക്തർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ടല്ലോ. അതായത് ആ ചിത്രത്തെ കണ്ട് ഏത് പുരുഷാർത്ഥത്തിലൂടെയാണ് ഇങ്ങനെ ആയത് എന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു ദേവിയുടെ അല്ലെങ്കിൽ ദേവതയുടെ ചിത്രം കാണുമ്പോൾ അതായത് ഭക്തി ചെയ്യുന്നവർക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അവർ ഈ ഭാവത്തിൽ, ഈ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ, ഇത്രയും ദയാഭാവത്തിൽ ഒരേ അവസ്ഥയിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് പുരുഷാർത്ഥം ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് മറ്റുള്ളവരോട് പറയാറുണ്ടല്ലോ. तो आप संपूर्ण मूर्त बनने के लिए क्या लक्ष्य सामने रखेंगे? അപ്പം നിങ്ങൾ നിങ്ങളുടെ മൂർത്ത് സമ്പന്നമാക്കുന്നതിന്, സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടി എന്ത് ലക്ഷ്യം മുന്നിൽ വയ്ക്കും? ഉനോനേക്കാ ലക്ഷ്യരക്ക, അവരെന്ത് ലക്ഷ്യം വെച്ചത്? സാകാർമേ സമ്പൂർണ്ണ ലക്ഷ്യത്വം ഏക്ക് ഹി ഹേന, സാകാരത്തിൽ സമ്പൂർണ്ണ ലക്ഷ്യം ഒന്ന് തന്നെയാണല്ലോ. ഉസ്നെ കർമാതീത് ബന്നേക്കെ ലിയെ ക്യാ ലക്ഷ്യരക്ക, അവരും കർമാതീതമാകുന്നതിന് വേണ്ടി എന്ത് ലക്ഷ്യമാണ് വെച്ചത്? കിൻ ബാത്തോമേ സമ്പൂർണ്ണ ബനെ, ഏത് കാര്യത്തിലാണ് സമ്പൂർണ്ണമായത്? സമ്പൂർണ്ണ ശബ്ദ കിത്തന വിശാലദാസെ ധാരൺ കിയ യഹ് മാലൂം ഹെ. സമ്പൂർണം എന്നുള്ള ശബ്ദത്തെ എത്ര വിശാലതയിൽ അവർ ധാരണ ചെയ്തു അതറിയാമോ? നമ്മൾ സമാനം സമ്പൂർണ്ണം എന്നിങ്ങനെ ശബ്ദം പറയുന്നുവെങ്കിലും അതിൻ്റെ വിശാലമായിട്ടുള്ള രൂപത്തിലോ ഭാവത്തിലോ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മൂത്തവർ ആരൊക്കെയാണോ കർമാതീത അവസ്ഥയിൽ എത്തിപ്പോയിട്ടുള്ളത്, ബാബ പറയുകയാണ് അവരാ സമ്പൂർണതയുടെ ശബ്ദത്തെ എത്ര വിശാലതയിൽ ധാരണ ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. शब्द तो एक ही है संपूर्ण, लेकिन कितना विशाल रूप से धारण कर ऐसे बने. ശബ്ദം ഒന്ന് തന്നെയാണ്, സമ്പൂർണം എന്നുള്ളതാണ്. പക്ഷേ എത്രമാത്രം വിശാല രൂപത്തിലത് ധാരണ ചെയ്തിട്ടാണ് അങ്ങനെ ആയത്? അർത്ഥം എത്ര വിശാലമാണെന്ന് ബാബ ചോദിക്കുകയാണ് ഈ സമ്പൂർണത എന്നുള്ളതിൻ്റെ. സർവസമർപ്പൺ കെ ലക്ഷ്യസേ ഹി സമ്പൂർണ്ണ ബനെ, സർവസമർപ്പണത്തിൻ്റെ ലക്ഷ്യത്തിലൂടെ തന്നെയാണ് അവർ സമ്പൂർണ്ണമായത്. സർവസമർപ്പണം ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അവർ സമ്പൂർണ്ണമായത് എന്ന് ബാബ പറയുകയാണ്. ജിത്തന സമർപ്പൺ ഉത്തന സമ്പൂർണ്ണ, എത്രമാത്രം സമർപ്പണം അത്രയും സമ്പൂർണം. ലേക്കിൻ സമർപ്പൺ കാ ഭി വിശാല രൂപിക്ക ഹൈ, എന്നാൽ സമർപ്പണത്തിൻ്റെയും വിശാല രൂപം എന്താണ്?
जितना विशाल रूप से इसको धारण करेंगे उतना ही विशाल बुद्धि भी बनते और विश्व के अधिकारी भी बनते. അപ്പം ബാബ പറയുകയാണ്, എത്രമാത്രം വിശാല രൂപത്തിലൂടെ ഇത് ധാരണ ചെയ്യുന്നു അത്രയും തന്നെ ബുദ്ധി വിശാലവുമാകും, അതുപോലെ തന്നെ വിശ്വത്തിൻ്റെ അധികാരിയാകുകയും ചെയ്യും. വഹ വിശാലത ക്യാ ഥി? ബാബ ചോദിക്കാൻ ആ വിശാലത എന്തായിരുന്നു? ഇസ്മേ ഭി ചാർ ബാത്തേ, ഇതിലുണ്ട് 4 കാര്യങ്ങൾ. അപ്പം നേരത്തെ നമ്മൾ 4 കാര്യങ്ങൾ കേട്ടു വരികയായിരുന്നു, 4 മൂർത്ത്. ബാബ ഓരോ കുട്ടിയിലും ഏതാണ് ഈ സംഗമത്തിലെ 4 മൂർത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഒന്ന് ബാബ നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ജ്ഞാനമൂർത്ത്, പിന്നെ അടുത്തത് ഗുണമൂർത്ത്, ദാനീമൂർത്ത്, അതുപോലെ സമ്പൂർണ്ണ സഫലതാമൂർത്ത്. ഈ 4 മൂർത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ബാബ ഇതുവരെയും പറഞ്ഞത്. അതിൽ തന്നെയാണ് ബാബ സമ്പൂർണ്ണതയുടെ ആ ശബ്ദത്തിലേക്ക് വന്നത്. അപ്പോൾ വീണ്ടും ഇനി ബാബ സമ്പൂർണ്ണത അല്ലെങ്കിൽ സർവ്വസമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശാലതയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ വിശാലതയിൽ ഒരു 4 കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഏകുത്തു അപ്പന ഹർ സങ്കൽപ്പ് സമർപ്പൺ, ഒന്ന് തൻ്റെ ഓരോ സങ്കല്പവും സമർപ്പണം ചെയ്യണം. ദൂസര ഹർ സെക്കൻഡ് സമർപ്പൺ, അടുത്തത് ഓരോ സെക്കൻഡും ബാബയിൽ സമർപ്പണം. അർത്ഥാത് സമയ സമർപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സമയം സമർപ്പണം ചെയ്യണം. തീസര കർമ്മവി സമർപ്പൺ, മൂന്നാമത്തേതിന് കർമ്മവും സമർപ്പണം ചെയ്യണം. और 14 संबंध और संपत्ति जो है वह भी समर्पण. ഇനി നാലാമത്തേത് സംബന്ധം അല്ലെങ്കിൽ സമ്പത്തി ഏതെല്ലാം ഉണ്ടോ അതെല്ലാം സമർപ്പണം ചെയ്യണം. അപ്പം സർവസമർപ്പണം അല്ലെങ്കിൽ സമ്പൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശാലതയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യാഖ്യാനമാണ് ബാബ നമുക്ക് പറഞ്ഞു തന്നത്. അതായത് 4 കാര്യങ്ങൾ ഇതിലും നമ്മൾ ഓർമ്മയിൽ വെക്കണം. അതായത് ഒന്ന് നമ്മുടെ ഓരോരോ സങ്കല്പവും ബാബയ്ക്ക് സമർപ്പണം. പിന്നെ രണ്ടാമത് നമ്മുടെ ഓരോ സെക്കൻഡും അർത്ഥം നമ്മുടെ സമയം ബാബയ്ക്ക് സമർപ്പണം. മൂന്നാമത്തേത് ഓരോരോ കർമ്മവും ബാബയ്ക്ക് സമർപ്പണം. നാലാമത്തേത് സംബന്ധവും അതുപോലെ സമ്പത്തും അതും പൂർണ്ണമായിട്ട് ബാബയ്ക്ക് സമർപ്പണം ചെയ്യണം. സർവസംബന്ധക്കാവേ സമർപ്പൺ ചെയ്യ്, സർവസംബന്ധവും സമർപ്പണം ചെയ്യണം. उस संबंध में लौकिक संबंध तो आ ही जाता है. സർവസംബന്ധം എന്ന് പറയുമ്പോൾ അതിൽ ലൗകിക സംബന്ധം തീർച്ചയായിട്ടും അതിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ലേക്കിൻ യഹ് ജോ ആത്മാ और शरीर का संबंध है उसका भी समर्पण. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അതിൻ്റെയും പൂർണ്ണമായിട്ടും സമർപ്പണം. അതാണ് ബാബ പറയുന്നത്, വളരെ ഗഹനമായിട്ടുള്ള അർത്ഥമാണ്. സമർപ്പണം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ബാബു പറയാണ് അതിൻ്റെ വിശാലത മനസ്സിലാക്കാൻ. ആ വിശാലതയെക്കുറിച്ചാണ് ബാബു പറഞ്ഞു തരുന്നത്. സർവസംബന്ധവും സർവസമ്പത്തും സമർപ്പണം എന്ന് പറയുമ്പോൾ അതിൽ ലൗകിക ബന്ധങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. കൂടാതെ ആത്മാവും ശരീരവും ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം അതും പൂർണ്ണമായിട്ടും ബാബയിൽ സമർപ്പിക്കണം. ഇത്തനെ തക്ക് സംബന്ധക്കോ സമർപ്പൺ കിയാ ഹെ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, നമ്മളെല്ലാം സമർപ്പണം ചെയ്തു എന്ന് പെട്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാബ ചോദിക്കുക, ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സമർപ്പണം ചെയ്തോ? ഇത്രയും സമർപ്പണം നിങ്ങൾ ചെയ്തോ മക്കളെ എന്ന് ബാബ ചോദിക്കുകയാണ്. വിനാശി സമ്പത്ത് തോ കോയി ബഡി ബാത്ത് നഹി ഹെ. വിനാശി സമ്പത്തെന്ന് പറയുന്നൊരു വലിയ കാര്യമൊന്നും അല്ല എന്ന്. ലേക്കിൻ जो अविनाशी संपत्ति सुख शांति पवित्रता प्रेम आनंद की प्राप्ति होती हैं जन्मसिद्ध अधिकार के नाते उसको भी और आत्माओं की सेवा में समर्पण कर दिया. അപ്പോൾ സമർപ്പണത്തിൻ്റെ അർത്ഥം ബാബ വളരെ വിശാലമായിട്ട് പറഞ്ഞു തരികയാണ്. ബാബ പറയാണ് വിനാശി സമ്പത്തൊക്കെ സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. എന്നാൽ അവിനാശി സമ്പത്ത്, അതായത്
നമ്മൾ പറയുന്നുണ്ടല്ലോ, ബാബയിൽ നിന്ന് കിട്ടുന്ന സുഖം, ശാന്തി, പവിത്രത, പ്രേമം, ആനന്ദത്തിൻ്റെ പ്രാപ്തി, ഇതെല്ലാം ജന്മസിദ്ധ അധികാരത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അതും കൂടി മറ്റാത്മാക്കളുടെ സേവനത്തിന് വേണ്ടി സമർപ്പണം ചെയ്തു. അതാ ചോദിക്കുന്നത് ബാബ, മറ്റുള്ള ആത്മാക്കളുടെ സേവനത്തിന് വേണ്ടി ഇതും കൂടിയൊക്കെ സമർപ്പണം ചെയ്തോ എന്ന്. ബച്ചോं की शांति में സ്വയം की शांति समझे. അപ്പോൾ ഇവിടെ ബാബ പറയുന്നത്, ബ്രഹ്മബാബ ഇതെല്ലാം തന്നെ മറ്റാത്മാക്കളുടെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചു. കുട്ടികളുടെ ശാന്തി തന്നെയാണ് എൻ്റെ ശാന്തി എന്ന് ബാബ മനസ്സിലാക്കി. അതുകൊണ്ട് അവിനാശി ജന്മസിദ്ധ അധികാരത്തിൻ്റെ രൂപത്തിൽ കിട്ടിയിരിക്കുന്ന പ്രാപ്തികളും ബാബ അതേപോലെ തന്നെ മറ്റാത്മാക്കളുടെ സേവനത്തിന് വേണ്ടി അർപ്പിച്ചിരുന്നു. यह है लौकिक संपत्ति और साथ साथ ईश्वरीय संपत्ति को भी समर्पण करके अपने साक्षी സ്ഥിതി में रहना. അപ്പോൾ ഇതിനെയാണ് പറയുന്നത്, തൻ്റെ ലൗകിക സമ്പത്തും അതോടൊപ്പം തന്നെ ഈശ്വരീയ സമ്പത്തിനെയും സമർപ്പണം ചെയ്ത് സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുക. അപ്പോൾ ബാബ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, തൻ്റെ ലൗകിക സമ്പത്ത് പൂർണ്ണമായിട്ടും ബാബ സമർപ്പണം ചെയ്തു. അതോടൊപ്പം തന്നെ ഈശ്വരീയ സമ്പത്ത് ഏതാണോ ബാബയിൽ നിന്ന് കിട്ടുന്ന ജന്മസിദ്ധ അധികാരം, അതും കൂടി മറ്റാത്മാക്കളുടെ സേവനത്തിന് വേണ്ടി സമർപ്പണം ചെയ്തു. എന്നിട്ട് ഓരോ കാര്യവും സാക്ഷി ദൃഷ്ടാവായി കണ്ടു. तो समर्पण शब्द का इतना बड़ा विशाल अर्थ है. അപ്പം ബാബു പറയുകയാണ്, സമർപ്പണം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഇത്രയും വിശാലമാണ്. समझ, മനസ്സിലായോ? ऐसे विशाल रूप से धारण करने वाले ही संपूर्ण मूर्त और सफलता मूर्त बनेंगे. അപ്പം സമ്പൂർണത അല്ലെങ്കിൽ സമർപ്പണത എന്ന് പറയുമ്പോൾ ബാബ പറയുകയാണ്, ഈ വിശാല രൂപത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് ധാരണ ചെയ്യണം. അപ്പോഴേ സഫലത മൂർത്താകുകയുള്ളൂ. മനസ്സിലാക്കിയിട്ട് മാത്രം പോരാ, അത് അതേപോലെ തന്നെ ധാരണ ചെയ്താൽ മാത്രമേ സമ്പൂർണ്ണ സഫലതാ മൂർത്താകാൻ കഴിയുകയുള്ളൂ. तो समर्पण शब्द कोई साधारण अर्थ से न समझना. അപ്പം അതുകൊണ്ട് സമർപ്പൺ എന്ന് പറയുമ്പോൾ അതങ്ങ് വെറൊരു സാധാരണ രീതിയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കരുത് എന്ന് പറയുകയാണ് ബാബ. ലൗകിക സമർപ്പൺ കർണ സഹജ് ഹെ, लेकिन जो ईश्वरीय प्राप्त होती है वह भी समर्पण करना अर्थात महादानी बनना और औरों का शुभ चिंतक बनना, यह नंबरवार यथायोग्य यथाशक्ति होती है. അപ്പോൾ സമർപ്പണത്തിൻ്റെ ആഴമേറിയ രഹസ്യം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരിക. ലൗകികത്തെ സമർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല എന്ന് ബാബു പറയുന്നത്, ഈസി ആയിട്ട് ചെയ്യാവുന്നു. എന്നാൽ ഈശ്വരീയ പ്രാപ്തി ഏതാണോ ഉണ്ടാകുന്നത് അതും കൂടി സമർപ്പണം ചെയ്യുക. അർത്ഥം മഹാദാനിയാകുക. അപ്പം അങ്ങനെ ഇത്രയും സമർപ്പണമാകുന്നവരെയാണ് സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ ശുഭചിന്തകരായിട്ട് ഈശ്വരീയ പ്രാപ്തി എന്തുണ്ടാകുന്നു അതും കൂടി സമർപ്പണം ചെയ്ത് സമ്പൂർണ്ണ സമർപ്പണമാകുക. അപ്പം ബാബ പറയുകയാണ്, ഐസേ സമ്പൂർണ്ണ മൂർത്ത് സമർപ്പൺ മൂർത്ത് ബനേ ഹോ, അങ്ങനെ സമ്പൂർണ്ണ മൂർത്ത് സമർപ്പൺ മൂർത്തായോ എന്ന്. അതായത് ബാബ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, അത് നമ്മൾ എപ്പോഴും അർത്ഥം ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തുണ്ടായിരുന്നു ലൗകികത്തിൽ അതെല്ലാം നമ്മൾ ത്യാഗം ചെയ്ത് സമർപ്പിച്ചു. ബാബയുടെ കുട്ടിയായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സമർപ്പണമായി എന്നാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ബാബ നമുക്ക് അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. അതായത് അതിന് ഉദാഹരണം ബ്രഹ്മ ബാബയും കൂടി പറഞ്ഞിരിക്കുകയാണ്. ബാബ തൻ്റെ ലൗകികത്തിലെല്ലാം തന്നെ ബാബ സമർപ്പിച്ചു ബാബയ്ക്ക്. പിന്നെ ബാബ പ്രത്യേകിച്ചും സമർപ്പിച്ചു എന്ന് പറയുന്നത്, അതായത് ശിവബാബയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അലൗകിക പ്രാപ്തി
അതാണല്ലോ ശാന്തി, സുഖം, ശക്തി, ഇതെല്ലാം നമ്മൾ പറയുന്നത്. ഇതെല്ലാം തന്നെ മറ്റാത്മാക്കൾക്ക് വേണ്ടി മഹാദാനിയായിട്ട് സമർപ്പിക്കുക. ഇതാണ് ശരിക്കും സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്താണോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ? അതോ വെറും സാധാരണ രീതിയിലാണോ സമർപ്പണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശാലമായിട്ടുള്ള അർത്ഥം എന്താണെന്നാണ് ഇന്ന് ബാബ നമുക്ക് ഇതുവരെയും കേൾപ്പിച്ചു തന്നത്. ഇനിയും ബാക്കി നമുക്ക് അടുത്ത മുരളിയിൽ കേൾക്കാം. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ശരിക്കും എന്താണ് സമർപ്പണം, ലൗകികം മാത്രമല്ല അലൗകിക പ്രാപ്തികളെയും മറ്റാത്മാക്കളുടെ സുഖത്തിനും ശാന്തിക്കും വേണ്ടി സമർപ്പിക്കുക. അങ്ങനെ നമ്മൾ മഹാദാനിയായി തീരണം. അതാണ് ബാബയുടെ ആഗ്രഹം. ഓം ശാന്തി.